എല്ലാവരും സേഫ് ആയിട്ടും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. ഞാൻ നിങ്ങളുടെ സ്വന്തം സോണി. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ആണ്. അത് പ്രത്യേകതയുണ്ട് കേട്ടോ, വളരെ വിലക്കുറഞ്ഞ മേക്കപ്പ് ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയുടെ കിടക്കുമ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി ഒരുപാട് നമുക്ക് സംസാരിച്ച സമയം കഴിഞ്ഞ് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോഴത്തെ ഒരു പാക്കേജിങ്ങിനാണ് കേട്ടോ മീഷോ നമുക്ക് സാധനങ്ങൾ വന്നിട്ടുള്ളത്. ഇത് സ്പോൺസർ വീഡിയോ ഒന്നും അല്ല. അപ്പോൾ നമുക്ക് എന്തായാലും 1 by 1 ആയിട്ട് നമുക്ക് ഓരോ ഐറ്റംസ് കാണാം കേട്ടോ. സോ ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഞാൻ ഈ ഒരു മേക്കപ്പിൻ്റെ സെറ്റായിരുന്നു, ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലോ. മേക്കപ്പിൻ്റെ സെറ്റ് വെച്ചിട്ടാണ് ഭയങ്കര അതിൻ്റെ എനിക്കൊന്ന് ഒരു സെറ്റ് 200 രൂപ മറ്റോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ 200 രൂപയുടെ സെറ്റിൽ വന്ന് ഫസ്റ്റ് ഐറ്റം വന്നിട്ട് ഈ ADSൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ ആയിരുന്നു കേട്ടോ. ഈ ഒരു ഫൗണ്ടേഷനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് ഹൈ കവറേജും കാര്യങ്ങളൊന്നും അല്ല, ഭയങ്കര ഷിയർ കവറേജ് ആണ്. അതേപോലെ തന്നെ നമുക്കൊരു ഡെയിലി വെയർ ആയിട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഫൗണ്ടേഷനാണിത്. ഇത് ADSൻ്റെ വൈറ്റ് ഇൻവിസിബിൾ ഫൗണ്ടേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് കവറേജും കാര്യങ്ങളൊന്നും ഇല്ല. ഒരുപാട് വൈറ്റിഷ് ഒരു ലുക്കും തരത്തില്ല, ഒരു പിങ്കിഷ് ലുക്കാണ്. സോ ഒരു മീഡിയം ടു ഫെയർ സ്കിന്നുള്ളവർക്ക് മാത്രമേ ഇത് സ്യൂട്ടബിൾ ആയിട്ടിരിക്കുള്ളൂ കേട്ടോ. ഒരു ഡസ്കി സ്കിന്നുള്ളവർക്ക് ചിലപ്പോൾ ഇത് ഭയങ്കരമായിട്ടും വെള്ളപ്പുതത്തെ പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ യൂസ് ചെയ്യേണ്ട. മീഡിയം ടു ഹൈ സ്കിൻ ടോൺ, ഇപ്പോൾ എൻ്റെ സ്കിൻ ടോണൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഷിയർ കവറേജ് തരും. ഒരു ഡെയിലി വെയർ ആയിട്ട് നമുക്കൊരു BB ക്രീമിന് അല്ലെങ്കിൽ ഒരു ടിൻറ്റഡ് മോയ്സ്ചറൈസറിന് പകരമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഫൗണ്ടേഷനാണ് ഇത്. ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒരുപാട് തിക്കും അല്ല, ഒരുപാട് തിന്നും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയാണ്. നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഒരു ടിൻറ്റഡ് മോയ്സ്ചറൈസർ ഇല്ലേ, അതേപോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു സംഭവത്തിലുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ആ സെറ്റിൽ തന്നെ നമുക്ക് വന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് ADSൻ്റെ തന്നെ ആപ്രിക്കോട്ട് സ്ക്രബാണ്. ഇതൊരു സെറ്റായിട്ടാണ് വന്നത്, ഞാൻ പറഞ്ഞല്ലോ ഒരു സെറ്റായിട്ടാണ് വന്നത്. ആ സെറ്റിൽ രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു ADSൻ്റെ ആപ്രിക്കോട്ട് സ്ക്രബായിരുന്നു. ഇപ്പോൾ ഭയങ്കര അഫോർഡബിൾ റേഞ്ചിൽ നമുക്കൊരു സ്ക്രബ് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ക്രബാണ് കേട്ടോ. ഇത് എനിക്ക് ഒരു തവണ ഞാൻ യൂസ് ചെയ്തോളൂ, കാരണം എനിക്ക് നല്ല രീതിയിൽ ബ്ലാക്ക് ഹെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് അതായത് ഫസ്റ്റ് ടൈം യൂസിൽ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ക്രബാണ്. ഇത്രയും ചീപ്പ് റേറ്റ് ആണെങ്കിലും അതിൻ്റെ ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളും അല്ല, അതുപോലെ സൈഡ് എഫക്റ്റും ഇല്ല കേട്ടോ. ചില ചീപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിമ്പിൾസ് ഒക്കെ വരുമെന്നുള്ള പേടിയും, പിമ്പിൾസ് വരുന്നല്ലോ. എൻ്റെ സ്കിന്നിന് അല്ലെങ്കിൽ നോർമൽ ടു ഡ്രൈ സ്കിന്നിന് ഇത് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും വരുത്താത്ത ടൈപ്പ് ഒരു അടിപൊളി ഒരു സ്ക്രബാണ്. അടുത്ത ഐറ്റം വന്നിട്ട് ഈ ADSൻ്റെ കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. ഇതാണ് ഈ പൗഡർ എന്ന് പറയുന്നത്. തല്ലിപ്പൊളി പൗഡറാണ്, ദൈവത്തെ ഓർത്ത് നമ്മളിത് വാങ്ങിക്കരുത്. ഇതിനേക്കാളും നല്ല ടാൽക്കം പൗഡറാണ്. ആൻഡ് ഇതിങ്ങനെ രണ്ടിൻ്റെ സെറ്റാണ്. ഫസ്റ്റ് വൺ ഇങ്ങനെ തുറക്കുമ്പോൾ ഒരു സ്പഞ്ച് ഉണ്ട്. ഇതാണ് നമ്മുടെ പൗഡർ വന്നിട്ട് ഭയങ്കര ഒരു ഇതാണ് ഒരു സ്മെല്ല് വന്നിട്ട്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ താഴത്തുള്ളത് പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഞാൻ കാണിച്ച താഴത്ത് മൊത്തം വീഴും. അപ്പോൾ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക വൃത്തികേട്ട ഒരു കൺസിസ്റ്റൻസി സ്മെല്ലും ഉള്ള ചന്ദനത്തിയുടെ മണമുള്ള ഒരു കോമ്പാക്ട് പൗഡറായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഭയങ്കര ചീപ്പ് റേറ്റ് ആണെങ്കിലും നമ്മൾ ഇത് വാങ്ങിക്കേണ്ടത്. ഇതിനേക്കാളും നല്ലൊരു ടാൽക്കം പൗഡർ വാങ്ങിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് സൂപ്പർ പർച്ചേസ് ആയിട്ടുള്ള, ഞാൻ ഇത് മുന്നേ തൊട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പണ്ടൊക്കെ എനിക്ക് ഇതുപോലെ നമ്മുടെ സ്കെച്ച് ഐലൈനറൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന സ്കെച്ച് ഐലൈനർ എന്ന് പറഞ്ഞാൽ ഈ HR എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്കെച്ച് ഐലൈനറാണ് കേട്ടോ. നല്ലൊരു സ്കെച്ച് ഐലൈനറാണ് ഇത്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് 36 hours വരെ ലാസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അത്രയും ഒന്നും ലാസ്റ്റ് ചെയ്യത്തില്ലെങ്കിലും അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന നല്ല ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള വിങ് ലൈനറൊക്കെ നല്ല പൊളിയായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ഐലൈനറാണിത്. ഇതെനിക്ക് അറൗണ്ട് ഒരു 30 രൂപയ്ക്കാണ് ഇതെനിക്ക് ഈ ഒരു സെറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയത് കേട്ടോ. ഇത് ഇതാണ് ഇതിൻ്റെ സ്വാറ്റ്സ് എന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ വരച്ചെടുക്കാം, നമ്മുടെ വിങ് ലൈനറൊക്കെ വരച്ചെടുക്കാം. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള ഒരു സ്കെച്ച് ഐലൈനറാണ് ഇത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും താഴത്ത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു മേക്കപ്പ് ലുക്ക് എന്തായാലും ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത പ്രോഡക്റ്റിലോട്ട് പോകാം. അടുത്ത ഈ ഒരു സെറ്റിൽ വന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ മിസ് റോസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മോണിക്ക എന്ന് പറഞ്ഞ ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ. നമ്പർ 51 മോണിക്ക. ഇത് ഒരു ഡെയിലി വെയർ ഒരു ന്യൂഡ്
ബ്രൗൺ അണ്ടർടോണിലുള്ള ബ്രൗൺ അല്ലല്ലോ ന്യൂഡൊരു മെറൂൺ കൈൻഡ് ഓഫ് ഒരു ലിപ്സ്റ്റിക്കാണ്. നല്ല ലിപ്സ്റ്റിക്കാണ്, ഭയങ്കര ക്രീമിയാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇടുമ്പോൾ. ഒരുപാട് ലോങ് ലാസ്റ്റിങ്ങോ സ്മച്ച് പ്രൂഫൊന്നും അല്ലെങ്കിൽ നമുക്ക് ഇട്ടുകൊണ്ട് പോകാനൊക്കെ പറ്റുന്ന അല്ലെങ്കിൽ ഇടാനൊക്കെ പറ്റി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന മാസ്ക് പ്രൂഫൊന്നും അല്ല കേട്ടോ. മാസ്കിൽ പറ്റും, പക്ഷെ എന്തായാലും ഇട്ടാലും നല്ല മുഖത്തിന് ബ്രൈറ്റനിങ് എഫക്റ്റ് തരുന്ന ടൈപ്പ് ഒരു കളറുള്ള ലിപ്സ്റ്റിക്കാണിത്. സോ ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത 2 ഐറ്റം വന്നിട്ട് ഈ ഒരു ഫേക്ക് ലാഷസ് ആണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ ഫേക്ക് ലാഷസ് ആണ്, ഭയങ്കര ഒരു ലെങ്തി ആയിട്ടുള്ള പിന്നെ ഇങ്ങനത്തെയുള്ള നല്ല ഡ്രമാറ്റിക് ആയിട്ടുള്ള ലാഷസ് ആണുള്ളത്. ഇത് രണ്ടും എനിക്ക് 20 രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയത്. ഈ പ്രൈസ് റേഞ്ചിൽ ഇത് കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഗ്ലൂ, ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഗ്ലൂ വേസ്റ്റ് ആണ്. നമ്മൾ അത് വെച്ചിട്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ല. നമ്മൾ സെപ്പറേറ്റ് ഒരു ഗ്ലൂ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാണ്ടൊക്കെ ഒരു 1 ടൈം യൂസിനൊക്കെ പറ്റുന്ന ഒരു ലാഷസ് ആണ് ഇതെന്ന് പറയുന്നത്. ഈ സെറ്റിൽ അടുത്തായിട്ട് വന്ന ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു കാജലാണ്, തല്ലിപ്പൊടി കാജലാണ്. ഇത് വന്നിട്ട് കണ്ടോ, ഇത് ആദ്യം തന്നെ ഒരു പൂപ്പൽ പിടിച്ച ഒരു കളറാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. സോ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എൻ്റെ കണ്ണ് കുളവാക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. സോ അതുകൊണ്ട് ഞാനിത് ഉപയോഗിച്ചിട്ട് പോലുമില്ല കേട്ടോ. ഇതിൻ്റെ കളറും വന്നിട്ട് ഒരുപാട് ജെറ്റ് ബ്ലാക്ക് ഒന്നും അല്ല, ഒരു എന്താ ഗ്രേഷ് ബ്ലാക്കിഷ് കൈൻഡ് ഓഫ് ഒരു കളറാണ്. സോ ഇത് ഉപയോഗിക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. സോ അതുകൊണ്ട് ഉപയോഗിച്ചില്ല. എനിക്ക് വലുതായിട്ട് ഇതിൻ്റെ ഫോർമുലയും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത്. ഇനി ഈ സെറ്റിൽ കൂടാണ്ട് ഞാൻ വേറൊരു സംഭവം എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു വീഡിയോയുടെ സ്റ്റാർ ഓഫ് ദി പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഴിഞ്ഞ എൻ്റെ റീസെൻറ്റ് വീഡിയോയിൽ ഞാൻ ഇത് വെച്ചിട്ടൊരു ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരുപാട് പേര് താഴത്ത് കമൻറ്റ് ചെയ്യുകയും എനിക്ക് വാട്സപ്പിൽ മെസ്സേജൊക്കെ അയച്ച് ചോദിച്ച സംഭവമാണ് ഈ ഒരു ഐഷാഡോ പാലറ്റ് വന്നിട്ട്. ഇത് കൈലി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ, ഓഫ് കോഴ്സ് ഇത് ഡ്യൂപ്പാട്ടോ, ഒറിജിനലല്ല. കൈലി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഐഷാഡോ പാലറ്റ്. അത്രയ്ക്ക് സൂപ്പറാണ്. 88 കളേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. അടിപൊളി ഒരു സൂപ്പർ പാലറ്റാണ്. ഒരുപാട് അങ്ങ് പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആണ് സംഭവം. നമുക്കിങ്ങനെ എന്താ പറയുക, ഒരുപാട് കളേഴ്സൊക്കെ വെച്ചിട്ട് ഐ ലുക്ക് ചെയ്യാൻ പ്ലേ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വാങ്ങിക്കാൻ പറ്റും. നല്ല അഫോർഡബിൾ റേഞ്ചിലുള്ള നല്ല അടിപൊളി ഒരു പാലറ്റാണ് ഈ ഒരു ഐഷാഡോ പാലറ്റ് വന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ കൂടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 റുപ്പീസ് അല്ലെങ്കിൽ 30% നിങ്ങൾക്ക് ഓഫ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മീഷോ ആപ്പ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണോ റീസെല് ചെയ്യാൻ താല്പര്യമുള്ളത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളത് ആ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു കുർത്തിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം സൈസ് നമ്മൾ സെലക്ട് ചെയ്യുക. സൈസ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അഡ്രസ്സ് കൊടുത്തതിന് ശേഷം നമ്മൾ ഫർദർ പേയ്മെൻറ്റ് ഓപ്ഷനിലോട്ട് പോവുക. പേയ്മെൻറ്റിൽ ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ ഉള്ളത് കേട്ടോ. അതിനുശേഷം നമ്മൾ കസ്റ്റമർക്കാണ് സെല് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മാർജിൻ ഈ ഒരു പർട്ടിക്കുലർ കോളത്തിൽ നമ്മൾ എൻ്റർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാർജിൻ വയ്ക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ എന്താ പറയുക, നമ്മുടെ അഡ്രസ്സൊക്കെ ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം ഓർഡർ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ മീഷോന്ന് ഏറ്റവും വിലക്കുറവുള്ള മേക്കപ്പ് ഐറ്റംസ് ഞാൻ പർച്ചേസ് ചെയ്ത് കേട്ടോ. എഗെയിൻ ഞാൻ പറയുന്നത് സ്പോൺസർ വീഡിയോ അല്ല. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മേക്കപ്പ് ലുക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും താഴത്ത് കമൻറ്റ് ചെയ്യുക. അത് ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യാം കേട്ടോ. ഒരുപാട് പേർക്ക് ഇങ്ങനെ അഫോർഡബിൾ റേഞ്ച് അല്ലെങ്കിൽ ചീപ്പ് റേറ്റിലുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തേക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.